അങ്ങനെ റയൽ മാഡ്രിഡിനെ കൊതിപ്പിച്ച് കടന്നു കളഞ്ഞിരിക്കുകയാണ് റോഡ്രി, അതും ബാഴ്സലോണയിലേക്ക്. ബാഴ്സലോണയിൽ നമ്മൾ ഇതിനു മുന്നേ കണ്ടതാണ് ആ ഒരു മിഡ്ഫീൽഡ് ട്രിയോ, സാവി, ഇനിയസ്റ്റ, ബുസ്കറ്റ്സ്, ആ ഒരു സ്പെയിനിന് വേൾഡ് കപ്പ് നേടിക്കൊടുത്ത അതേ മധ്യനിര. ആൻഡ് വീണ്ടും ഇതാ സ്പെയിനിന് വേണ്ടി വേൾഡ് കപ്പ് നേടിക്കൊടുത്ത ആ ഒരു മിഡ്ഫീൽഡ് വീണ്ടും ബാഴ്സയിൽ വന്നിരിക്കുകയാണ്. റോഡ്രി, പെഡ്രി ആൻഡ് ഡാനി ഓൾമോ. ആൻഡ് അവരുടെ കൂടെ അറ്റാക്കിങ്ങിൽ യമാലും ഡിഫൻസീവ് ലൈനിൽ കുബാർസിയും കൂടി ചേരുമ്പോൾ ഓൾമോസ്റ്റ് ആ ഒരു സ്പെയിൻ ടീം അവിടെ ഉണ്ടായി. സോ ആ ഒരു പൊസഷൻ ഫുട്ബോൾ കളിക്കാൻ, വേൾഡ് കപ്പിൽ സ്പെയിൻ കളിച്ച് അതേ കളി കളിക്കാൻ ബാഴ്സയ്ക്ക് ഇതിൽ പരം വേറെ ഒന്നും വേണ്ട. ഏതായാലും നല്ല മിഡ്ഫീൽഡേഴ്സ് ഉണ്ടെങ്കിലും ആ ഒരു അറ്റാക്കിംഗ് പൊസിഷനിൽ ഒരു പെർഫെക്റ്റ് സ്ട്രൈക്കറെ, ആ ഒരു പ്ലെയറെയാണ് ബാഴ്സലോണ ഇപ്പോഴും മിസ് ചെയ്യുന്നത്. ആൻഡ് ഇൻ കേസ് അൽവാരസിനെ അത്ലറ്റിക്കോയിൽ നിന്ന് ബാഴ്സലോണയിലേക്ക് സൈൻ ചെയ്യാൻ സാധിച്ചാൽ ആ ഒരു പോരായ്മയും നികത്താനാവും. ഓരോ ബാഴ്സ ഫാനും കാത്തിരിക്കുന്നത് ആ ഒരു ന്യൂസിന് വേണ്ടിയാണ്. സോ ഏതായാലും ആ ഒരു സ്ട്രോങ് ആയ ടീം ഏതാണ്, ബാഴ്സയാണോ റയലാണോ, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.